നാളെ 2025 സെപ്റ്റംബർ മാസം 14-ാം തീയതി ഞായറാഴ്ചയാണ്. അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും ഒന്നുചേരുന്ന പുണ്യദിനമായ ശ്രീകൃഷ്ണ ജയന്തി. 16 കലകളും തികഞ്ഞ ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അജ്ഞാനമെന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി ജ്ഞാനമെന്ന പ്രകാശത്തെ പ്രദാനം ചെയ്യുന്ന ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് കൊളുത്തി ശ്രീകൃഷ്ണ നാമങ്ങൾ ജപിക്കുന്നത് വളരെ നല്ലതാണ്. അതിനുശേഷം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുന്നതും ഭഗവാന് തുളസിമാല, ചെത്തിപ്പൂമാല, താമരമാല, തൃക്കൈവെണ്ണ, കദളിപ്പഴ നിവേദ്യം, മഞ്ഞപ്പട്ട്, പാൽപായസം, നെയ്വിളക്ക് എന്നിവ വഴിപാടായി പറ്റുന്നതുപോലെ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ നാളെ ക്ഷേത്രത്തിൽ ഭഗവാന് ഭാഗ്യസൂക്ത മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി ചെയ്യുന്നതും പഠിക്കുന്ന കുട്ടികൾക്കായി പഠനത്തിൽ മുന്നേറുവാനും വിദ്യാരാജഗോപാല മന്ത്രം കൊണ്ടുള്ള പുഷ്പാഞ്ജലി നടത്തുന്നതും കുടുംബകലഹം, കുടുംബത്തിലുള്ള വ്യക്തികൾ തമ്മിലുള്ള വഴക്കുകൾ, ദാമ്പത്യ ബന്ധത്തിലുള്ള വഴക്കുകൾ ഇവയൊക്കെ മാറുന്നതിന് ഐക്യമത്യ പുഷ്പാഞ്ജലി ക്ഷേത്രത്തിൽ ചെയ്യുന്നതും വളരെ നല്ലതാണ്. നാളെ ജപിക്കേണ്ട ചില മന്ത്രങ്ങളിലൂടെ പറയാം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. ഇതുകൂടാതെ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. ഇതുകൂടാതെ ഓം ക്ലീം കൃഷ്ണായ നമഃ, ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന മന്ത്രം പറ്റാവുന്നത്രയും പ്രാവശ്യം എണ്ണ നോക്കാതെ ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിക്കുന്നതും വളരെ നല്ലതാണ്. നാളെ ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഓരോ നിമിഷവും ശ്രീകൃഷ്ണ മന്ത്രങ്ങൾ ജപിച്ച് പറ്റാവുന്നതുപോലെ പ്രാർത്ഥിച്ചാൽ സകല ഐശ്വര്യവും കുടുംബത്തിൽ വന്നുചേരുന്നതാണ്.